മസാല മീനിൽ നിന്ന് വിട്ടുപോവാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പും എരിവും ഒക്കെ പിടിച്ചിട്ടുള്ള മീൻ ഫ്രൈ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുത്താലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആവോലി ഫിഷാണ്. ഏത് ഫിഷ് വെച്ചിട്ടും ഈ മസാല ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഏകദേശം 800 ഗ്രാം ഫിഷ് ഉണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കാം. കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്ത മുളക് പൊടിയാണ്. അതാണ് ഇത്രയും കളറുള്ളത് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അല്പം പുളിവെള്ളം കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ചേർക്കുന്നത് കൊണ്ട് മീൻ വറുക്കുമ്പോൾ പൊടിഞ്ഞു പോവാതെ നമുക്ക് വറുക്കാനായിട്ട് പറ്റും കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പുളിയും എരിവും ഉപ്പും ഒക്കെ ഒന്ന് യോജിച്ച് വരട്ടെ. അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അല്പം മൈദ ചേർത്ത് കൊടുത്താലും മതിയാവും. ഈ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മസാലയ്ക്ക് അല്പം കട്ടി കൂടിപ്പോയി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ അങ്ങ് മിക്സാക്കി എടുത്താൽ മതിയാവും. അങ്ങനെ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ അല്പം വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി നമുക്കതിന് മീനിലേക്ക് നല്ലപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കാം. നല്ല കുറച്ച് കട്ടിയിൽ തന്നെ ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ മീനൊക്കെ ഡ്രസ്സിങ്ങൊക്കെ ചെയ്തിട്ട് സുന്ദര കൊട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിതിനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതിനെ ചൂടായ എണ്ണയിലേക്ക് ചേർത്തിട്ട് പൊരിച്ചെടുക്കാം. മീൻ പൊരിച്ചെടുക്കാനുള്ള പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോഴാണ് മീനിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം നമുക്ക് മീനുകളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് ചൂടാവട്ടെ. ഇനി നമുക്ക് മീനുകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മീൻ പൊരിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഒട്ടും കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് മീനൊക്കെ പൊരിച്ചെടുക്കാനായിട്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നമുക്ക് മീൻ വറുത്തെടുക്കാം. അല്പം വലിയ മീനുകളും പിന്നെ അയിലയും മത്തിയും ഒക്കെ ഈ മസാല ചേർത്തിട്ട് ഇതുപോലെ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റായിട്ടുണ്ടാവും. അതിൽ ചേർത്ത് കൊടുത്ത മസാലകളൊന്നും വിട്ടുപോവാതെ തന്നെ മീനിൽ തന്നെ ഇതുപോലെ അങ്ങ് പറ്റി പിടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സോഫ്റ്റായിട്ട് വേണമെങ്കിൽ സോഫ്റ്റായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അല്ലെങ്കിൽ അല്പം കൂടി ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ 5 മിനിറ്റ് കൂടെ നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് മീൻ വറുത്തെടുക്കാം. ഞങ്ങളിവിടെ ഈ ഒരു പാകത്തിലാണ് കേട്ടോ മീനൊക്കെ പൊരിച്ചെടുക്കുന്നത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നല്ലപോലെ മസാലയൊക്കെ മീനിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ വറുത്തതാണ് കേട്ടോ ഇത്.